സഹോദരന്മാരെ, നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഫോട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പല ക്യാപ്ഷനോട് കൂടിയിട്ട്. അതിമനോഹരമായി സുന്ദരമായ ഫോട്ടോ, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഫോട്ടോ, പലർക്കും തോന്നുന്ന രൂപത്തിൽ എൻട്രോ എഴുതിയിട്ടാണ് ഈ ഫോട്ടോ പ്രചരിക്കുന്നത്. ഈ ഫോട്ടോവുമായി ബന്ധപ്പെട്ട് എനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടു പോയി എന്നേ എനക്ക് പറയാനുള്ളൂ. കാരണം 3 ആളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒന്ന് ജിഫ്രി തങ്ങൾ, ഒന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ, മറ്റൊന്ന് കാന്തപുരം AP ഉസ്താദ് എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിയുടെ ഫോട്ടോ. ഒരു കാരണവശാലും കാന്തപുരം ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബണ്ടിന്റെ മേലേലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലക്സിന്റെ മേലേലോ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിലോ വെക്കേണ്ടതല്ല. അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം മഹാപണ്ഡിതനാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയോ ഇൽമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ശരീരമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വസ്ത്രമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ എല്ലാം അദ്ദേഹത്തിന്റെ ചെരുപ്പ് വരെ മഹത്വമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ബണ്ടിന്റെ മേലെ കൊണ്ടുപോയി വെച്ച് അല്ലെങ്കിൽ റോഡ് സൈഡിൽ വെച്ച് ആ റോഡ് സൈഡിൽ പൊടിപടലങ്ങളെല്ലാം അതിന് മേലെ പറ്റി കാക്കിയും പശിയെല്ലാം വന്നിട്ട് അതിന് മേലെ തൂറുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയുള്ള പരിപാടിയില്ലല്ലോ. മറ്റുള്ളവർക്ക് അത് പറ്റൂ. മറ്റുള്ളവർ മതത്തെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ കാണുന്നതാ. എന്നാൽ ഈ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് എന്ന് പറയുന്ന ഈ മഹാനായ വ്യക്തി ഒരിക്കലും രാഷ്ട്രീയത്തെയും മതത്തെയും ഒരുപോലെ കാണുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ റൂട്ട് മതാണ്. മതചിട്ടയോടെ ജീവിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ വെക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയില്ലല്ലോ. അതിനെന്ത് ചെയ്യരുത്, പ്രോത്സാഹനം നൽകരുതാരും. ഇദ്ദേഹം ഈ ഫോട്ടോ വെച്ച വ്യക്തി ഹുദവിയ വാഫിയ അങ്ങനെയായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു ലീഗ് അനുഭാവി കൂടിയാണ്. അദ്ദേഹത്തിന് അത് പറ്റൂ. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തെ മതത്തെ ഒരേ കണ്ണുകൊണ്ട് കാണുന്നതാണ്. മതപണ്ഡിതന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരേ വില കൽപ്പിക്കുന്നവരാണ് അവർ. അവർക്കത് പറ്റൂ. അതിന്റെ കൂട്ടത്തിൽ ഈ മഹാപണ്ഡിതന്റെ ഫോട്ടോ വെക്കുക എന്ന് പറയുന്നത് യോജിക്കാൻ വേണ്ടി പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു കൊടുക്കണ്ടേ? പണ്ഡിതന്മാരെ ഫോട്ടോകൾ കൊണ്ടുപോയി വെക്കുക, റോഡ് സൈഡിൽ വെക്കുക, അല്ലെങ്കിൽ പരിപാടിക്ക് വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ AP ഉസ്താദിന്റെ കേരള യാത്ര നടന്നത്. കേരള യാത്രയിൽ പല ഗ്രാമങ്ങളിലും പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ കാന്തപുരം ഉസ്താദിന്റെ നേതാക്കന്മാരിയെ ഫോട്ടോ വെച്ചിട്ടില്ലല്ലോ. അത് പാടില്ല. അത് അവരെ അതിന് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ. അതേപോലെ കാസർഗോഡ് നിന്ന് മുതൽ തിരുവനന്തപുരം വരെ പല ഗ്രാമങ്ങളിൽ ചുറ്റിയിട്ട് 100 വാഹനങ്ങൾ പോയി. ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഈ ഇതേപോലെ സ്റ്റിക്കർ വലിച്ചിട്ട് AP ഉസ്താദിന്റെയോ പേരോട് ഉസ്താദിന്റെയോ ഖലീൽ തങ്ങളെയോ ഫോട്ടോ വെച്ചിട്ട് കണ്ടിട്ടാ നിങ്ങൾ? ഇല്ല. മംഗലാപുരത്ത് ഉള്ളാളം മക്കാമിന് ചുറ്റും ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അത് വെക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം UT ഖാദർ സാഹിബ്, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അതേപോലെ കേരളത്തിലെ സംസ്കാരമല്ല കർണാടകത്തിലെ. ആ UT ഖാദറിന്റെ നേതൃത്വത്തിലുള്ളവർ UT ഖാദറിന്റെ ഫോട്ടോ AP ഉസ്താദിന്റെ ഫോട്ടോ കൂടെ വെച്ചിട്ട് കുറച്ച് ഫ്ലെക്സുകൾ ഉള്ളാളം മക്കാമിന് ചുറ്റും ആ കോമ്പൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഫ്ലെക്സ് എല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് നേതൃത്വം അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ. ആ രാഷ്ട്രീയക്കാരന്റെ ആവേശം UT ഖാദർ സാഹിബിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജീവനോടുകൂടി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് UT ഖാദർ സാഹിബ്. AP ഉസ്താദിനെ മാത്രമല്ല, പണ്ഡിതന്മാരെല്ലാം വളരെയധികം UT ഖാദർ സാഹിബ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഉപ്പിയായിക്കോട്ടെ, അദ്ദേഹത്തെ കുടുംബം മൊത്തം സുന്നി പണ്ഡിതന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ആവേശത്തിൽ വെച്ചതാണ്. അല്ലാണ്ട് അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുകയും ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പണ്ഡിതന്മാരുടെ ഫോട്ടോകൾ വെക്കുന്നതിനോട് എന്ത് ചെയ്യരുത്, സഹകരിക്കരുത്. അതിനെ നിരുത്സാഹപ്പെടുത്തണം. അതിനൊരു ഉദാഹരണമാണ്. ഞാനൊരു പ്രാവശ്യം എന്റെ നാട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു കോഴിക്കൂട്ടിന്റെ മുകളിൽ കുറെ പണ്ഡിതന്മാർ, വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, EK ഉസ്താദിനെ പോലത്തെ, അതേപോലെ കാളമ്പാടി ഉസ്താദിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ കോഴിക്കോട്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഞാൻ ഉടനെ എന്ത് ചെയ്ത് ആ പുറക്കൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിനോട് ചോദിച്ചു, മോനെ ഇതാരാ മോനെ വെച്ച്? ഉമ്മ വെച്ചാന്ന് പറയും. ഞാൻ പാട് ഉമ്മാനെ വിളിച്ച് ഉമ്മാനോട് പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട, വലിയ മഹാമാരെല്ലാം ഫോട്ടോ അതൊന്നും കോഴിക്കൂട്ടുമെന്നും വെക്കറ്, നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് ഉള്ളിലാറ്റം വെക്കുക, ഷീറ്റ് ഞാൻ വാങ്ങിക്കൊടുത്തരാന്ന് പറഞ്ഞിട്ട് 250 രൂപ കൊടുത്തിട്ട് ഞാൻ ഷീറ്റ് വാങ്ങിക്കൊടുത്ത് അതിന്റെ മേലെ ആ കോഴിക്കൂട്ടിന്റെ മേലെ ഇട്ട് ആ ഫ്ലെക്സ് എടുത്തുകൊണ്ട് പോയിട്ട് പുറക്ക് ഉള്ളിൽ കൊണ്ടേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കത്തിച്ച് കളാന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനോട് യോജിക്കാൻ പറ്റില്ല. അതേപോലെ ഞാൻ എനിക്കിതായിരുന്നു പഠിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഈ ആവേശമുള്ള ഒരു മനുഷ്യരേനു. ഒരു പണ്ഡിതന്റെ ഫോട്ടോ വെച്ചിട്ട് വലിയൊരു ഫ്ലക്സ് അടിച്ചുകൊണ്ടാണ് ഈ ഫ്ലക്സ് തുടങ്ങിയ കാലത്ത് 1250 രൂപ കൊടുത്തിട്ട് ഫ്ലക്സ് അടിച്ചുകൊണ്ടാണ് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട്. പക്ഷെ അന്നേരം മുതിർന്നവർ, അന്ന് നേതൃത്വത്തിലുള്ളവർ പറഞ്ഞ് അത് പറ്റൂല, ഫോട്ടോ വെച്ചിട്ടുള്ള ഫ്ലക്സ് ഒന്നും വെക്കാൻ പാടില്ല, അത് മോശമാണ്, അതിന് മേലെ വന്നിട്ട് കാക്കതൂറു. അന്ന് മുതൽ ഞാനത് വെക്കലില്ല. എനിക്കത് പറഞ്ഞെന്ന് വരാം, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്, ഇതിനെ നിരുത്സാഹപ്പെടുത്തണം. ഇത് ആര് ചെയ്താലും രാഷ്ട്രീയക്കാരെയോ മതപണ്ഡിതന്മാരെയോ ഒരുപോലെ കാണുകയേ ചെയ്യല്ല. മതപണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മൊത്തം ശ്രേഷ്ഠമായ ശരീരമാണ്. അവരുടെ അടുത്ത് ഇൽമുണ്ട്. രാഷ്ട്രീയക്കാർ അങ്ങനെയല്ല. രാഷ്ട്രീയക്കാരെ ഫോട്ടോ ഏടെ കോഴിക്കൂട്ടുമല വെക്കുന്നതിനോ അല്ലെങ്കിൽ ആട്ടാരയിൽ വെക്കുന്നതിനോ ഒരു പ്രശ്നവും ഇല്ല. അതിന് അവർക്ക് അത് സമ്മതമാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല, ഇത് പറഞ്ഞു കൊടുക്കണം. ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളവർക്ക് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അഥവാ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ, ക്ഷമിക്കണോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.